നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഗൾഫ് രാഷ്ട്രങ്ങളിൽ വെച്ച് പരമ്പരാഗതമായി കടുത്ത നിബന്ധനകളും ശിക്ഷാവിധികളും ഇപ്പോഴും പിന്തുടരുന്ന രാജ്യമാണ് സൗദി അറേബ്യ. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിൽ പ്രത്യേകം ശ്രദ്ധ ചെലുത്തുന്ന രാജ്യം കൂടിയാണ്. എന്നാൽ ഇവിടെ എത്തുന്ന സഞ്ചാരികളെ സംബന്ധിച്ച് കടുത്ത നിബന്ധനകളാണ് നിലനിൽക്കുന്നത്. പ്രത്യേകിച്ച് സ്ത്രീകളുടെ വസ്ത്രധാരണത്തിൽ ഉൾപ്പെടെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. ഷോർട്സ് പോലുള്ളവ ധരിക്കുന്നതിന് വിലക്കേർപ്പെടുത്തിയിരുന്നു. ഇപ്പോഴിതാ പുതിയ പദ്ധതിക്ക് തുടക്കമിട്ടിരിക്കുകയാണ് സൗദി അറേബ്യ. അശ്ലീല ചിത്രങ്ങളോടും പുസ്തകങ്ങളോടുമുള്ള ആസക്തി കുറയ്ക്കാനാണ് ഈ പദ്ധതി. അതും 100 ദിവസത്തിനുള്ളിൽ ഇതിനോടുള്ള ആസക്തി കുറയ്ക്കാൻ സൗദി പ്രധാനമായും ഈ പദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. GCCയിൽ ആദ്യമായാണ് ഇത്തരത്തിലൊരു പദ്ധതി നടപ്പാക്കുന്നതെന്ന പ്രത്യേകതയുമുണ്ട്. പോണോഗ്രാഫിയോടുള്ള ആസക്തിയിൽ നിന്ന് മുക്തി നേടുന്നതിനായി ഒരു വെബ്സൈറ്റാണ് സൗദി പുറത്തിറക്കുന്നത്. ഇതിൽ പ്രത്യേക സൈക്കോളജിക്കൽ ക്ലാസുകളും മറ്റും ഉൾപ്പെടുന്നു. ഇതിന്റെ ഭാഗമായി 10 പ്രോഗ്രാമും ഈ വെബ്സൈറ്റിലുണ്ടെന്ന് ഇഫ അഥവാ സൈക്കോളജിക്കൽ കൗൺസിലിംഗ് പ്രോഗ്രാം മേധാവി സൗദ് അൽ ഹസാനി പറഞ്ഞു. ചിട്ടയായ മാതൃകയിൽ പോണാസക്തിക്കുള്ള ചികിത്സയാണ് ഈ വെബ്സൈറ്റ് വാഗ്ദാനം ചെയ്യുന്നതെന്നാണ് പുറത്തുവരുന്ന വിവരം. കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി, സ്പിരിച്വൽ തെറാപ്പി, സേഫ് സപ്പോർട്ട് എൻവയോൺമെന്റ് എന്നിങ്ങനെ 3 പ്രധാന ഭാഗങ്ങൾ അടങ്ങുന്നതാണ് ചികിത്സ. 100 ദിവസമാണ് ഈ ചികിത്സാ പദ്ധതിക്ക് വേണ്ടിവരിക. പോണോഗ്രഫിയുടെ ദോഷവശങ്ങൾ എന്തുകൊണ്ടാണ് ഇത് പെട്ടെന്ന് നിർത്താൻ കഴിയാത്തത്, ഇതിൽ നിന്ന് മുക്തി നേടാനുള്ള മാർഗങ്ങൾ, ഇസ്ലാമിക് അനുശാസനങ്ങളെ അടിസ്ഥാനമാക്കി വിശദമാക്കുക എന്നിവയാണ് വെബ്സൈറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതൊന്നുമല്ല ഇതിന്റെ ഹൈലൈറ്റ്. ഇതിനു പുറമെ സമ്മാനങ്ങൾ, ആഴ്ചതോറുമുള്ള ഇന്ററാക്റ്റീവ് മീറ്റിംഗുകൾ, പോൺ അഡിക്ഷനിൽ നിന്ന് പുറത്തുവരുന്നവരുടെ വിജയകഥകൾ എന്നിവയും വെബ്സൈറ്റിലുണ്ട്. ഇത് പോണോഗ്രഫിയോടുള്ള ആസക്തിയിൽ നിന്നും മോചനം നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് പ്രചോദനകരമാകും. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.